ഓക്കെ, സ്റ്റോയ്റ്റ് ആൻഡ് ഗേരി. സ്റ്റോയ്റ്റ് ആൻഡ് ഗേരി സ്റ്റഡി കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലെ? ക്ലബ് ഹൗസ് തുടങ്ങിയത് തന്നെ ഇത് വെച്ചായിരുന്നു. അതെ, കാരണം നമുക്ക് ജെൻഡറിനെ സംബന്ധിച്ചുള്ള എല്ലാ തർക്കങ്ങളിലും സ്ഥിരമായി ഈ സ്ത്രീ വിരുദ്ധ ഗ്രൂപ്പുകൾ പറഞ്ഞ് അവരുടെ ഒരു ബൈബിള് പോലെയാണോ ഇതൊന്നും എനിക്ക് തോന്നി പോകാറുണ്ട് ഇടയ്ക്ക്. അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് സ്റ്റോയ്റ്റ് ആൻഡ് ഗാരിയുടെ പഠനം. അത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ സമൂഹത്തിൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പുകൾ പൊതുബോധത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു സംഗതിയാണ്. കുലസ്ത്രീ കൺസെപ്റ്റ്, അല്ലെ സ്ത്രീക്ക് ഇന്ന ജോലികൾ ചെയ്യണം, നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ശാസ്ത്ര ലോകത്ത് നിന്ന് എന്ത് വന്നാലും അത് ഒരു വലിയ വാർത്തയാകും. ഈ സ്റ്റോയ്റ്റ് ആൻഡ് ഗാരിയുടെ പഠനം പുറത്തു വന്നപ്പം ഇതുപോലെ തന്നെ, ഇത് എനിക്ക് വർഷം ഞാൻ മറന്നു, പിന്നെ 2018 തോന്നുന്നു ഈ പഠനം വന്നത്. ഇത് പുറത്തു വന്നതോടുകൂടി ഒരുപാട് ന്യൂസ് ഔട്ട്ലെറ്റ്സ് there is apparently some endogenous ഒരു ആന്തരിക ചോദനയുണ്ട് സ്ത്രീകൾക്ക് ഈ സ്റ്റെം ഫീൽഡിലേക്ക് പോവാതിരിക്കാൻ എന്ന് പറഞ്ഞ് ഈ പഠനത്തിന് ഭയങ്കരമായി പിക്ക് ചെയ്തിരുന്നു മീഡിയ. പക്ഷെ മീഡിയ പിക്ക് ചെയ്തിട്ട് അങ്ങ് വിടും. പക്ഷെ അതിനുശേഷം ഇതൊരു നമ്മളുടെ ഒരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഡിബേറ്റ്സിലൊക്കെ സ്ഥിരമായി യൂസ് ചെയ്യാൻ തുടങ്ങിയത് ജോർഡൻ പീറ്റേഴ്സൺ കാരണമാണ്. ജോർഡൻ പീറ്റേഴ്സൺ ആണ് ഇതിനെ പോപ്പുലറൈസ് ചെയ്തത്. ജോർഡൻ പീറ്റേഴ്സൺ പല സ്ഥലങ്ങളിലും പോയിട്ട് there is a study that states in more gender equal countries സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള സ്റ്റെം ഫീൽഡിൽ പോകാൻ താല്പര്യമില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. സയന്റിസ്റ്റ് ഹാവ് നോൺ അബൌട്ട് ദിസ് ഫോർ അറ്റ്ലീസ്റ്റ് ലൈക്ക് മിനിമം 20 years എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ കുറെ മസാലയൊക്കെ ഇട്ട് സ്ഥിരമായി പറയുന്ന ഒരു സാധനമാണിത്. അത് പുള്ളിയുടെ ഫോളോവേഴ്സ്, മെനിനിസ്റ്റ് ഗ്രൂപ്പുകൾ, ഇൻസെൽ ഗ്രൂപ്പുകൾ ഇതൊക്കെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു മെയിൻ സ്ട്രീം ഒരു സംഗതിയായിട്ട് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. സ്ഥിരമായി ഈ അടുത്തിടയ്ക്കും കൂടി ഞാൻ കേട്ടിരുന്നു. ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ചാനൽ ഇത് കാണാറില്ല, അവിടെയൊക്കെ വരുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ചില കാര്യങ്ങളിൽ താല്പര്യമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. ഇപ്പോ ഈ സ്റ്റെം ഫീൽഡിൽ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ കുറവാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് സ്റ്റോയ്റ്റ് ആൻഡ് ഗാരിയുടെ പഠനത്തിന്റെ ചില പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. സ്റ്റെം ഫീൽഡിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. അപ്പോ നമുക്ക് റീസണബിളി നമുക്ക് മനസ്സിലാക്കാം, ഈ ജെൻഡർ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഈ സ്റ്റെം ഫീൽഡിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടണം. കാരണം ജെൻഡർ ഇക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണല്ലോ സ്ത്രീകൾ ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് അവർ പിൻവലിയുന്നത്. അപ്പൊ ജെൻഡർ ഇക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾ കൂടുതൽ സ്റ്റെം ഫീൽഡിൽ വരേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ കോൺട്രറി ടു ദി എക്സ്പെക്ടേഷൻ, സ്റ്റോയ്റ്റ് ആൻഡ് ഗാരി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കാൻഡിനേവിയൻ കൺട്രീസിലും അല്ലെങ്കിൽ കൂടുതൽ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഈ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലൊക്കെ കൂടുതൽ നല്ല റാങ്ക് ഉള്ള കൺട്രീസിൽ സ്റ്റെം ഫീൽഡിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതാണ് അവരുടെ ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷനിൽ നിന്ന് അവർ ഹൈപ്പോത്തിസിസ് ഡിറൈവ് ചെയ്യാണ്. ബേസിക്കലി അവരുടെ സ്റ്റഡി പറയുന്നത് അത്രേ ഉള്ളൂ, ഇതാണ് ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷന്റെ അവസാനമായിട്ട് അവർ അതിനൊരു ഹൈപ്പോത്തിസിസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ വിചാരം ഇത് എൻഡോജനസ് ഇൻട്രസ്റ്റ് കാരണമാണ് എന്നാണ് നമ്മളുടെ വിചാരം. അതിനെ സാധൂകരിക്കാൻ അതവര് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയല്ല, ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ടാണ് പറയുന്നത്. അതിനെ സാധൂകരിക്കാൻ ഫർദർ സ്റ്റഡീസ് നടത്തേണ്ടതുണ്ട്. ഇതാണ് സ്റ്റോയ്റ്റ് ആൻഡ് ഗാരിയുടെ പഠനം. പക്ഷെ ഈ സംഗതി ഈവൻ ദോ ദേ ഡോണ്ട് സേ എൻഡോജനസ് ഇൻട്രസ്റ്റ് ആണ് കാരണം അവർ പറയുന്നില്ലെങ്കിൽ എങ്കിൽ പോലും ആൾക്കാർ ഇതങ്ങ് ഏറ്റെടുത്തിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് സ്റ്റെം ഫീൽഡിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇക്വാളിറ്റി കൂടുതലുള്ള സ്ഥലത്ത് കൂടുതൽ സ്റ്റെം ഫീൽഡിൽ പോകണ്ടേ, അവർക്ക് ഇഷ്ടം ടീച്ചിങ്, കെയറിങ് അങ്ങനെയുള്ള ജോലിയിൽ അല്ലെങ്കിൽ ഹൗസ് വർക്ക് ഒക്കെയാണ് അവർക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് അവർ ഈ ഫീൽഡിൽ പോവാത്തത് എന്ന് സ്ഥിരമായി ഈ ജെൻഡർ ഡിബേറ്റ്സുകളിൽ വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്രിട്ടിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു മേജർ ഒരുപാട് 1-2 ടീം ഇതിനെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും സാറ റിച്ചാർഡ്സന്റെ ക്രിറ്റിസിസം ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു ക്രിറ്റിസിസം. ഈ ക്രിറ്റിസിസം കാരണം അവർക്ക് ആക്ച്വലി ആ പേപ്പറിന് ഒരു കറക്ഷൻ, ഒരു കോറിജൻഡം സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അത് എന്താണെന്ന് ഞാൻ പറയാം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മാത്ത് എന്ന് പറയുന്നത് ഒരു ബ്ലണ്ടറാണ്. കാരണം നേരത്തെ ഒരു ഗ്രാഫ് ഞാൻ കാണിക്കാം. ആ ഗ്രാഫിൽ റൈറ്റ് സൈഡിൽ എക്സ് ആക്സിസിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വിമൻ എമോങ് സ്റ്റെം ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പെർസെന്റേജ് ആണ് കാണിക്കുന്നത്. വൈ ആക്സിസിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഇപ്പോൾ ഈ ഇക്വാളിറ്റി കൂടുതലുള്ള രാജ്യങ്ങൾ ഫിൻലാൻഡ്, നോർവേ ഒക്കെ നോക്കുമ്പോൾ സ്വീഡൻ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അത് നോക്കുമ്പോൾ അവിടെ സ്റ്റെം ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം കുറവാണ് ഫീമെയിൽ.
വിമൻ എമോങ് സ്റ്റെം ഗ്രാജുവേറ്റ്സ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഈ ക്വാളിറ്റി കുറഞ്ഞ രാജ്യങ്ങളിൽ UAE, അൾജീരിയ, അൽബേനിയ, വിയറ്റ്നാം അങ്ങനെ കുറെ രാജ്യങ്ങളിൽ കൂടുതൽ സ്റ്റെം ഫീൽഡ് സ്ത്രീകൾ പോകുന്നതായിട്ടാണ് ഇവരുടെ ഗ്രാഫ് സ്റ്റോയിറ്റ് ആൻഡ് ഗേരിയുടെ. ഇപ്പോ സാറ റിച്ചാർഡ്സന്റെ ക്രിറ്റിസിസത്തിന് ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് ഉപയോഗിച്ചിരിക്കുന്ന പേഴ്സൻറ്റേജ് തെറ്റാണ് എന്നുള്ളതാണ്. കാരണം ഇവര് ഉദാഹരണം പറയാണ് അൾജീരിയ. ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ അൾജീരിയയുടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇവരുടെ കണക്ക് പ്രകാരം 43% ഓഫ് വിമൻ എമോങ് സ്റ്റെം ഗ്രാജുവേറ്റ്സ് എന്നുള്ള ഒരു കണക്കാണ് ഇവർ പറയുന്നത്. പക്ഷെ പല ഡിസ്ക്രിപ്പൻസി ഇവർ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ യുനെസ്കോയുടെ കണക്ക് പ്രകാരം അങ്ങനെയല്ല. യുനെസ്കോയുടെ കണക്ക് പ്രകാരം 50% ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റായ ഒരു പെർസെന്റേജ് ഇവർ യൂസ് ചെയ്യുന്ന ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അത് ആദ്യം ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ തന്നെ സൈക്കോളജിക്കൽ സയൻസ് ജേർണൽ അത് ഇവരോട് സ്റ്റോയിറ്റ് ആൻഡ് ഗേരിയോട് പറയുന്നുണ്ട്, ഇത് നമുക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ തരണം എന്ന് പറഞ്ഞിട്ട് അവരൊരു കോറിജെന്റം എന്ന് പറഞ്ഞൊരു കറക്ഷൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ കറക്ഷനിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡയറക്ട്ലി പെർസെന്റേജ് ഓഫ് വിമൻ അല്ല ഞങ്ങൾ എടുത്തത്, ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എന്താണ് ഈ പ്രൊപ്പൻസിറ്റി എന്ന് വെച്ചാൽ, പ്രൊപ്പൻസിറ്റി എന്നുള്ള വാക്ക് ഒരാളുടെ ഒരു ആന്തരിക ചോദന, ഇൻക്ലിനേഷൻ. അപ്പൊ സ്ത്രീകളുടെ ഇൻക്ലിനേഷൻ ആണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ശരി, എങ്ങനെയാണ് നിങ്ങൾ ആ ഇൻക്ലിനേഷൻ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ആണുങ്ങൾ എത്രത്തോളം സ്റ്റെം ഫീൽഡിലേക്ക് പോകുന്നു അതിനെ വെച്ച് കമ്പയർ ചെയ്യുക, എന്നാലേ നമുക്ക് ജെൻഡർ സെക്സ് ഡിഫറൻസ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റൂ. സോ ആണുങ്ങൾ എത്രത്തോളം പോകുന്നു അതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ മാത്ത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ഫോർമുല പറയണം. ആ ഫോർമുല എന്ന് പറയുന്നത് A/A+B എന്നുള്ള ഫോർമുലയാണ്. A എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് വിമൻ ഗോയിങ് ടു ചൂസ് സ്റ്റെം ഫീൽഡ്. അതായത് 100 സ്ത്രീകൾ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ 10 പേരാണ് സ്റ്റെം ഫീൽഡ് എടുക്കുന്നതെങ്കിൽ A എന്ന് പറയുന്നത് 10% ആണ്. B എന്ന് പറഞ്ഞാൽ അതുപോലെ ആണുങ്ങളുടെ 100 ആണുങ്ങൾ പോകുന്നുണ്ട്, അതിൽ 20 ആണുങ്ങളാണ് സ്റ്റെം ഫീൽഡ് ചൂസ് ചെയ്യുന്നതെങ്കിൽ B 20 ആയിരിക്കും. എന്നിട്ട് ഇത് A/A+B എന്നിട്ട് അതിന്റെ ഒരു പെർസെന്റേജ് എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു മാത്താണ് ഒരു ഫോർമുലയാണ് ഇവർ പ്രപ്പോസ് ചെയ്യുന്നത്. ഈ ഫോർമുലയുടെ പ്രശ്നം എന്താണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമുക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ സപ്പോസ് ചെയ്യാം. അതായത് ഒരു 100 സ്ത്രീകൾ കോളേജിൽ പോകുന്നു, അതിൽ 100 പേരും ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് സ്റ്റെം ഫീൽഡ് തിരഞ്ഞെടുക്കുന്നു. 100 സ്ത്രീകൾ 100ൽ 100 പേരും സ്റ്റെം ഫീൽഡ് തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ. അതുപോലെ 10 ആണുങ്ങൾ കോളേജിൽ പോകുന്നു, ഈ 10 ആണുങ്ങളിൽ 10 പേരും സ്റ്റെം ഫീൽഡ് തരണം, എല്ലാവർക്കും സ്റ്റെം ഫീൽഡ് മതി എന്നുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. ഇവരുടെ എത്രയായിരിക്കും സ്ത്രീകളുടെ പ്രൊപ്പൻസിറ്റി? അത് എല്ലാവർക്കും സ്റ്റെം ഫീൽഡിൽ പോകണമെങ്കിൽ അവരുടെ ഇൻക്ലിനേഷൻ, സ്റ്റെം പഠിക്കാനുള്ള അവരുടെ താല്പര്യം എത്രയായിരിക്കണം പ്രതീക്ഷിന്റെ ഒരു ചിന്ത പ്രകാരം? ബൈ ബേസിക് കോമൺ സെൻസ് പറയുന്നത് 100% സ്ത്രീകളും ഉണ്ടെന്നാണ്. പക്ഷെ ഇവരുടെ മാത്ത് വെച്ച് എനിക്ക് 50% അങ്ങനെ അതെ, ഇവരുടെ മാത്ത് വെച്ച് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 100% A എന്ന് പറയുന്നത് 100%, ബിയും 100%. കാരണം 10 ആണുങ്ങൾ പോകുന്നുണ്ട്, 10 ആണുങ്ങളും സ്റ്റെം എടുക്കുന്നുണ്ട്, അതും 100%. അപ്പം 100 ഡിവൈഡ് ബൈ 200, 1/2 into 100. 1/2 into 100 എന്ന് പറയുന്നത് 50% പ്രൊപ്പൻസിറ്റി. അതായത് എല്ലാ സ്ത്രീകൾക്കും സ്റ്റെം ഫീൽഡ് പഠിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ കണക്ക് പ്രകാരം 50% പേർക്ക് ആ ഇൻക്ലിനേഷൻ ഉള്ളൂ എന്നുള്ളതാണ് വരുന്നത്. ഇവരുടെ കണക്ക് പ്രകാരം ഒരാണ് പോലും പോയില്ലെങ്കിൽ മാത്രമേ 100% കിട്ടത്തുള്ളൂ അല്ലേ? എക്സാക്ട്ലി. അപ്പൊ ആണുങ്ങളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അത് നമുക്ക് ഒരു കോമൺ സെൻസ് ഇല്ലാത്തൊരു മാത്താണ്. എനിവേ അവർ അതിനൊരു കറക്ഷൻ കൊടുത്തു. അപ്പൊ സംഭവിച്ച ഈ പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്ന സംഗതി അവിടെ തന്നെ പൊളിയാണ്. ഈ മാത്ത് തെറ്റായപ്പോ തന്നെ പൊളിഞ്ഞു, കാരണം അവർ കറക്ഷൻ കൊടുത്തു. ഈ ഗ്രാഫ് ദെൻ ഇൻവാലിഡ് ആവുകയാണ്. അവിടെ തന്നെ ഈ ഗ്രാഫ് ഇൻവാലിഡ് ആയി. കാരണം ഈ ഗ്രാഫിന് താഴെ എഴുതിയിരിക്കുന്നത് നോക്കൂ, വിമൻ എമോങ് സ്റ്റെം ഗ്രാജുവേറ്റ്സ്. അതായത് 100 സ്റ്റെം ഗ്രാജുവേറ്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനല്ല. ഇപ്പൊ നമ്മളുടെ ഹൈപ്പോത്തറ്റിക്കൽ കേസിൽ 110 പേരുണ്ട് സ്റ്റെമ്മില്, അതിൽ 100 പേര് സ്ത്രീകളാണ്, എങ്കിൽ പോലും 50% കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇവരുടെ ആ കണക്ക് തെറ്റാണ്, അവരുടെ ഗ്രാഫ് തെറ്റാണ്. അപ്പൊ തന്നെ അത് ഇൻവാലിഡ് ആയി. എനിവേ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, സാറ റിച്ചാർഡ്സൺ ഒരു മറുപടി അവർ കൊടുക്കുകയാണ്. ആ മറുപടിയിൽ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഓക്കെ ശരി, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഇനി പോട്ടെ, നിങ്ങൾ പറയുന്ന പ്രകാരം കറക്റ്റ് ആയിട്ട് യുനെസ്കോയുടെ ആക്ച്വൽ പെർസെന്റേജ് എടുത്താലും സ്റ്റിൽ ഈ പാരഡോക്സ് എക്സിസ്റ്റ്. കാരണം സ്റ്റിൽ അവര് ഗ്രാഫ് പ്ലോട്ട് ചെയ്തൊന്നും കാണിച്ചിട്ടൊന്നും ഇല്ല, എങ്കിലും അവർ പറയുകയാണ് ഞങ്ങൾ ആ മാത്ത് ചെയ്ത് നോക്കി, അങ്ങനെ നോക്കിയപ്പോഴും
പാരഡോക്സ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ ആർഗ്യുമെന്റിനെ ഫേസ് വാല്യൂയിൽ എടുക്കാം. അവര് കറക്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കാം പറഞ്ഞത് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിലും പ്രശ്നമുണ്ട്. അതാണ് അടുത്തത്. ഓക്കെ, അതെന്താന്ന് വെച്ചാല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ? നമ്മളൊരു ഗ്രൂപ്പിനെയാണ് പഠിക്കുന്നത്. അതായത് പല രാജ്യങ്ങളിലെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് നമ്മൾ നോക്കുന്നു. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് നോക്കിയിട്ട് നമ്മൾ പറയുകയാണ്, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് നോക്കുന്നു, പിന്നെ അവിടെ എത്ര സ്റ്റെം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെന്ന് നോക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവസാനത്തെ ഹൈപ്പോത്തീസിസ് ആണ് പ്രശ്നം. എന്നിട്ട് അവസാനം എന്താണ് നമ്മൾ പറയുന്നത്, ഈ നമുക്കൊരു എൻഡോജിനസ് ഇൻട്രസ്റ്റ്, ആന്തരിക ചോദന ഉണ്ട് സ്ത്രീകൾക്ക് ഇതിൽ പോവാതിരിക്കാൻ എന്നുള്ളതാണ് ഹൈപ്പോത്തീസിസ്. അവിടെ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്രൂപ്പിനെ പഠിച്ചിട്ട് വ്യക്തിയുടെ താല്പര്യത്തിനെ നമ്മൾ നിർവചിക്കുകയാണ് അവിടെ. അതിന് എക്കോളജിക്കൽ ഫാലസി എന്ന് പറയും. അത് നടപടിയില്ലാത്ത കാര്യമാണ്. ഉദാഹരണത്തിന് ഞാനൊരു റിഡക്റ്റീവോട് ഒരു വീഡിയോ വെച്ചിട്ട് ഒരു ഉദാഹരണം പറയാം. അപ്പോൾ റിഡക്റ്റീവില് പ്രതീഷ് സെറ്റിലർ കൊളോണിയലിസം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തു. ഞാനത് നോക്കിയപ്പോൾ അതിന് 9.7K വ്യൂവേഴ്സ് ആണുള്ളത്. അതിനുശേഷം അതിനൊരു ക്രിറ്റിസിസം വന്നു. ഒരാൾ പറഞ്ഞപ്പോൾ പ്രതീഷ് അതിനൊരു റെസ്പോൺസ് വീഡിയോ ചെയ്തു ആ ക്രിറ്റിസിസത്തിന്. അതിന് 3.7K ആൾക്കാരാണ് അത് കണ്ടത്. ഞാൻ പറയാണ്, ഓക്കെ, ഇതിന്റെ ഡിഫറൻസ്, ഈ രണ്ട് വീഡിയോസും കണ്ടവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6K ആണ്. 9.7K മൈനസ് 3.7K. ഞാൻ പറയാണ്, പ്രതീഷിന്റെ ആദ്യത്തെ വീഡിയോ കണ്ടതിൽ നിന്ന് 6000 പേര് റെസ്പോൺസ് വീഡിയോ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കറക്റ്റ് ആണോ? ഇല്ല, കാരണം ഇതേ 6000 തന്നെ ആവണമെന്നില്ല. ഐ മീൻ ന്യൂ ഓഡിയൻസ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ചാൻസസ് ഉണ്ടല്ലോ. കാരണം നമുക്കൊരു നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, ഒരു പോപ്പുലേഷനെ നമുക്കറിയാം. പക്ഷെ ആ പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയില്ല. ഒരു പക്ഷെ ഫസ്റ്റ് വീഡിയോ കണ്ടവരുണ്ടാവാം, സെക്കൻഡ് വീഡിയോ കാണാത്തവരുണ്ടാവാം, സെക്കൻഡ് വീഡിയോ മാത്രം കണ്ടിട്ടുള്ളവരുണ്ടാവും, ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടാവാം, ഓവർലാപ്പ് ഉണ്ടാവാം. നമുക്ക് ഒരു ഇൻഡിവിജ്വൽ എന്താണ് കണ്ടത് എന്ന് നമുക്ക് അതിൽ നിന്ന് ആ ഡാറ്റ നമ്മളോട് പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയാണ്, കണ്ടോ 6000 പേര് റെസ്പോൺസ് വീഡിയോ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അതൊരു എക്കോളജിക്കൽ ഫാലസിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ, ഇപ്പൊ എന്റെ വീഡിയോസ് സ്ത്രീകൾ കാണാറില്ല, അതുകൊണ്ട് സ്ത്രീകൾക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു എക്കോളജിക്കൽ ഫാലസി. അതുകൊണ്ട് പൊളിറ്റിക്സിനോട് താല്പര്യമില്ലെന്നല്ല പറയുന്നത്, അതുകൊണ്ട് ബയോളജിക്കലി ആൻഡ് സൈക്കോളജിക്കലി താല്പര്യമില്ല. എവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഒരു പോപ്പുലേഷൻ, ഒരു ഗ്രൂപ്പിനെ നമ്മൾ എടുത്തിട്ട് അവരുടെ ബയോളജി വരെ അതിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു തമാശയാണ്. അത് ഒരു ഫാലസിയാണ്. ആ സംഗതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ശരിക്കും ഗ്രൂപ്പ്സിനെ മെഷർ ചെയ്തിട്ട് ഇൻഡിവിജ്വലി ഇൻട്രസ്റ്റ് ഇങ്ങനെയാണെന്ന് ഹൈപ്പോത്തസിസ് ചെയ്യുകയാണ്. അത് തെറ്റാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ GGGI ഇൻഡെക്സിന്റെ തന്നെ ഒരു പ്രശ്നം. ഈ GGGI ഇൻഡെക്സ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലെ ഈ ജെൻഡർ ഗ്യാപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇതാണ്. അവരൊരു 4 ക്രൈറ്റീരിയസ് ആണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത്. ഒന്ന്, പൊളിറ്റിക്സിലെ പാർട്ടിസിപ്പേഷൻ. 2, ഹെൽത്ത് ആൻഡ് വെൽബീങ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരെണ്ണം ഞാൻ മറന്നുപോയി. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് എന്നുള്ളതാണ് ഒരെണ്ണം. ഈ എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് അവർ പറയുമ്പോൾ അവര് സ്പെസിഫിക്കലി സ്റ്റെം ഫീൽഡിനോടുള്ള താല്പര്യമോ അല്ലെങ്കിൽ സ്റ്റെം ഫീൽഡിൽ സ്ത്രീകൾ വരേണ്ടതിന്റെ എൻകറേജ്മെന്റ് അങ്ങനെയൊന്നും അവർ പഠിക്കുന്നില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ അത്രേ നോക്കുന്നുള്ളൂ. എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അത് സ്റ്റെം ഫീൽഡ് റിലേറ്റഡ് അല്ല. സ്ത്രീകൾ ഇപ്പം പല രാജ്യങ്ങളിലും എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ അവർ പലപ്പോഴും ആർട്സ്, ലിറ്ററേച്ചർ അങ്ങനെയുള്ള സ്റ്റീരിയോടിപ്പിക്കലി സ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് സ്റ്റീരിയോടിപ്പിക്കലി പോവാറ് പതിവ്. അതുകൊണ്ടാണ് സ്റ്റെം ഫീൽഡിൽ സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേഷൻ കുറയുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് മാത്രം നോക്കിയിട്ട് നമുക്ക് രണ്ടിനും കൂടെ രണ്ടിനും ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. സ്റ്റോയ്റ്റൻകാരി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, സ്റ്റെം എൻകറേജ്മെന്റ് GGGI ഇൻഡെക്സ് മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു തെറ്റായ വാദമാണ്. മെഷർ ചെയ്യുന്നില്ല. എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റിന്റെയാണ് മെഷർ, അത് ജനറൽ ആണ്, അത് ശരിയല്ല. ഇനി ഇതിനകത്തെ ഫൈനൽ നെയിൽ ഇൻ ദ കഫിൻ എന്ന് പറയുന്ന ഒരു സംഗതി, അതെന്താന്ന് വെച്ചാല്, ഈ GGGI ഇൻഡെക്സ് മാറ്റി പിടിച്ചു സർ റിച്ചാർഡ്സൺ ആൻഡ് ടീം. അവര് ചെയ്തെന്ന് വെച്ചാൽ വേറൊരു ബേസിക് ഇൻഡെക്സ് ഓഫ് ജെൻഡർ ഇനിക്വാളിറ്റി BIGI എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിനെ അവർ യൂസ് ചെയ്തു. പിന്നെ അവർ ഈ പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്ന ഈ മാത്തമാറ്റിക്കൽ ബ്ലണ്ടർ മാറ്റി വെച്ചിട്ട് ആക്ച്വൽ നമ്പർ ഓഫ് സ്ത്രീകളുടെ പെർസെന്റേജ് എടുത്തിട്ട്, യുനെസ്കോയിൽ നിന്ന് കിട്ടുന്ന ആക്ച്വൽ നമ്പർ ഓഫ് സ്ത്രീകളുടെ പെർസെന്റേജ് വെച്ചിട്ട് ഈ BG ഇൻഡെക്സിലേക്ക് ഇതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കി. ചോദ്യം വന്നില്ല, പാരഡോക്സും വന്നില്ല, ഒന്നും വന്നില്ല. കിടക്കുന്നത് ആ ഫോട്ടോ ആണ് ഇവിടെ നേരത്തെ നോക്കൂ. നേരത്തെ താഴോട്ടൊരു ലൈനാണ് അതിന്റെ ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ നോക്കൂ,
അങ്ങനെ ഒരു സംഗതിയെ കാണുന്നില്ല. ഏകദേശം സിമിലർ ലൈൻസിലാണ് കിടക്കുന്നത്. ഈ സ്റ്റെമ്മിന്റെ നമ്പർ ഈ ഇൻഡെക്സിന്റെ ഒരു ഏകദേശം സിമിലർ ലൈൻസിലാണ് കിടക്കുന്നത്. പാരഡോക്സ് വാനിഷ് ആയി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനകത്ത് ഒരു വലിയൊരു തമാശ എന്താന്ന് വെച്ചാൽ ഇവർ ഉപയോഗിച്ച ഇൻഡെക്സ് എന്തായിരുന്നു? BG ഇൻഡെക്സ് എന്തായിരുന്നു? BG ഇൻഡെക്സ്. BG അതിനകത്തൊരു ഇൻഡെക്സ് തമാശ അതെ. ഉണ്ട്. പറഞ്ഞത് അല്ല, BG ഇൻഡെക്സിന്റെ റെലവൻറ്റ് ഡിഫറൻസ് എന്തായിരുന്നു ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. അത് ഞാൻ പറയാം. ഈ BG ഇൻഡെക്സ് എന്ന് പറയുന്നത് മറ്റൊരു ഇൻഡെക്സ് മാത്രമാണ്. GGGI ഇൻഡെക്സിന് പകരം മറ്റൊരു ഇൻഡെക്സ് യൂസ് ചെയ്തേ ഉള്ളൂ. ഇനി ഇതിനകത്തൊരു ക്യാച്ച് എന്താന്ന് വെച്ചാൽ ഈ BG ഇൻഡെക്സിനെ കുറിച്ച് ഇപ്പൊ പ്രതീക്ഷ ചോദിച്ചില്ലേ, അതൊരു നല്ല ഇൻഡെക്സ് ആണോ എന്നാണ് പ്രതീക്ഷ ഉദ്ദേശിച്ചല്ലേ. അതൊരു നല്ല ഇൻഡെക്സ് അല്ല എന്ന് ലോകത്തിൽ ആര് പറഞ്ഞാലും സ്റ്റോയ്റ്റാൻഗേരി പറയില്ല അത് നല്ലതല്ല. കാരണം എന്താന്ന് വെച്ചാൽ 2019 സ്റ്റോയ്റ്റാൻഗേരി ആണ് ഈ BG ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. അവര് കണ്ടുപിടിച്ച ഇൻഡെക്സ് ആണ് ഇത്. അപ്പൊ അവര് കണ്ടുപിടിച്ച ഇൻഡെക്സിൽ അവരുടെ ഒരു വാദം പ്ലോട്ട് ചെയ്ത് ആക്ച്വൽ നമ്പർ ഉപയോഗിച്ച്, ബ്ലണ്ടർ മാത്ത് അല്ല, ആക്ച്വൽ നമ്പേഴ്സ് ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്തപ്പോ സാധനം പാരഡോക്സ് ഇല്ല, വാനിഷ് ആയിപ്പോയി പാരഡോക്സ്, തീർന്നു. അപ്പോൾ സംഭവം തീർന്നു, പാരഡോക്സ് അവിടെ തീർന്നു. അപ്പൊ ഈ സാധനമാണ് എല്ലാരും പൊക്കി പിടിച്ചു, നമ്മുടെ മെനിനിസ്റ്റ് ഇൻസൽ ടീമുകളും പിന്നെ അതുപോലെ നമ്മുടെ ശാസ്ത്രജ്ഞരും ഒക്കെ പൊക്കി പിടിച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ശാസ്ത്രജ്ഞരല്ല, ഞാൻ ശാസ്ത്രജ്ഞർ പറഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞർ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം, അവരൊക്കെ ഈ സാധനം എല്ലാരും അല്ല, ഒരു സ്പെസിഫിക് വിഭാഗമാണ് എല്ലാവരും സയൻസ് ഗുണ്ടകൾ എന്ന് പറയുന്ന ഇത് പണ്ടേ മരിച്ച മണ്ണടിഞ്ഞ ഒരു സാധനമാണ് ഈ ജെൻഡർ പാരഡോക്സ്. അപ്പം ഇത് ഇപ്പോഴും പൊക്കി പിടിച്ചു വരുന്നവർക്ക് ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിച്ചെന്ന് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ശരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്കും ആ സാധനം ഒന്നും കൂടി പറയാൻ തോന്നില്ല. ഇനി ഇതൊക്കെ പോട്ടെന്ന് വെക്കാം, നമുക്ക് ഒരു നമ്മൾ സയന്റിഫിക് അല്ലെങ്കിൽ നമ്മുടെ ഈ അനാലിറ്റിക്കൽ റീസണിങ്ങിന് ഒരു പ്രധാന ഒരു സംഗതിയാണ് കോറിലേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം. ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള രാജ്യങ്ങളിൽ സ്റ്റെം ഫീൽഡിന്റെ എണ്ണം കുറയുന്നു, അതുകൊണ്ട് സ്ത്രീകൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു കോറിലേഷൻ, അതായത് സ്റ്റെം ഫീൽഡിന്റെ നമ്പറും അതും വെച്ചിട്ടൊരു കോറിലേഷൻ ആണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് എന്തിലോട് വേണമെങ്കിലും നമുക്ക് കോറിലേഷൻസ് പറയാമെന്നുള്ളതാണ് ഒരു തമാശ. ഉദാഹരണത്തിന് ഇതിപ്പം അൺലേണിംഗ് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്, നല്ല ചാനലാണ്. ആ ചാനലിന്റെ അകത്തുനിന്ന് ഞാൻ എടുത്ത ഒരു സാധനമാണ്. ഇതിനകത്ത് ഇവർ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഫ്രൈഡേക്ക് ഓൺലൈൻ റവന്യൂ വരുന്ന ആ മില്യൺസ് ഓഫ് ഡോളറിന്റെ ആ നമ്പറും സ്റ്റെം ഫീൽഡ് സ്ത്രീകൾക്ക് സ്റ്റെം ഫീൽഡിൽ ബാച്ചിലേഴ്സ് അവാർഡ് ചെയ്ത നമ്പറും കൂടെ പ്ലോട്ട് ചെയ്യുമ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 0.996 കോറിലേഷൻ, ഏകദേശം ഒരേപോലെ. അപ്പൊ ഇത് വെച്ചിട്ട് കണ്ടോ, ഇത് രണ്ടും ഒരേപോലെയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഫ്രൈഡേക്ക് റവന്യൂ എത്ര വരുന്നോ അതുപോലെയാണ് സ്ത്രീകളുടെ സ്റ്റെം ഫീൽഡിലെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കോമഡിയാണ്, അത്രേ ഉള്ളു കാര്യം. അപ്പൊ നമുക്ക് ഒരു സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കോറിലേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ. കോസേഷന് കൃത്യമായ കാരണങ്ങൾ നമ്മൾ പറയണം. ഇത് മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ പരേറ്റോ പ്രിൻസിപ്പിൾ പലരും പറയാറുണ്ട്. പരേറ്റോ പ്രിൻസിപ്പിൾ പല രാജ്യങ്ങളിലും കാണുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ ആന്തരിക ചോദന കാരണം, എക്കണോമിക്സിലാണ് കൂടുതൽ പറയാറ്, എക്കണോമിക്സിലല്ല പല ഫീൽഡിലും പറയാറുണ്ട്, എക്കണോമിക്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനുഷ്യന്റെ ആന്തരിക ചോദന കാരണം 80% ആൾക്കാർക്ക് 20% പ്രൊഡക്ടിവിറ്റിയെ തരാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ സമ്പത്തെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി 20%-ന് 80% സമ്പത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇത് മനുഷ്യന്റെ ആന്തരിക ചോദനയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ കോറിലേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. അങ്ങനെ സംഭവിക്കാൻ കാരണം അത് എക്കണോമിക്സിന്റെ ചില പ്രിൻസിപ്പിളാണ്. മണി എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ആണ് നമുക്കുള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്ത ആൾക്കാരുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് ആ പരേറ്റോ പ്രിൻസിപ്പിൾ തന്നെ വരും, ഡിസ്ട്രിബ്യൂഷൻ തന്നെ വരും. അതാണ് കാരണം. ഇതൊരു ഫ്രീ മാർക്കറ്റിന്റെ ഒരു പ്രതിഭാസമാണ്, അല്ലാതെ മറ്റൊന്നും അല്ല. അപ്പൊ അത് വെച്ചിട്ട് കണ്ടോ, 80% ആൾക്കാർ 20% പ്രൊഡക്ടിവിറ്റി ഉള്ളെന്നൊക്കെ പറയുമ്പോൾ അതൊരു ഈ കോറിലേഷനും കോസേഷനും തമ്മിലുള്ള ഇത് മനസ്സിലാക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോ നമുക്ക് അടുത്ത സാധനത്തിലോട്ട് നമുക്ക് പോകാം എന്ന് തോന്നുന്നു. നമുക്ക് കുറെ പറഞ്ഞോളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി പാരഡോക്സ് ആണ് നോക്കിയത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒന്ന് ഇവർ കൊണ്ടുവന്ന മാത്ത്, അതായത് 100 പെണ്ണുങ്ങൾ സ്റ്റെമ്മിൽ പോയി 10 ആണുങ്ങൾ പോയാലും ഇവരുടെ പ്രൊപ്പൻസിറ്റി 50% ആയിരിക്കും. അത് വെച്ചാണ് ഇവർ ആദ്യം ചെയ്തത്. എന്നിട്ട് അതിനെ ആദ്യം ഒരു ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് ക്രിട്ടീക്ക് ചെയ്തപ്പോൾ
അവർ കറക്ഷൻ കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ആ ഒരു ആക്ച്വൽ പെർസെൻറ്റേജസ് എടുത്താലും ഈ പാരഡോക്സ് ഉണ്ടെന്നാണ് അവർ ആദ്യം ക്ലെയിം ചെയ്തത്. അപ്പോൾ അതിന് റെസ്പോൺസ് ആയിട്ട് വന്നത് നിങ്ങൾ ഉപയോഗിച്ചത് GGGI ഇൻഡെക്സ് ആണ്. ബട്ട് GGGI ഇൻഡെക്സിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ പാർട്ടിസിപ്പേഷൻ, ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം സ്റ്റെമ്മിൽ പാർട്ടിസിപ്പേറ്റ് എത്രത്തോളം എൻകറേജ് ചെയ്യുന്നുണ്ടെന്നൊരു സംഭവം അത് മെഷർ ചെയ്യുന്നില്ല GGGI ഇൻഡെക്സ്. അവർ ക്ലെയിം ചെയ്തിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനെ നോക്കി ഇതിനകത്തുള്ള ഇൻഡിവിജ്വൽസിനെല്ലാം എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന ഒരു എക്കോളജിക്കൽ ഫാലസി ഉണ്ട്, ഒരു ന്യായവൈകല്യം തന്നെ ഉണ്ട്. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇൻഡെക്സ് BG ഇൻഡെക്സ് ഉപയോഗിച്ചപ്പോൾ ഈ പാരഡോക്സ് ഒന്നും കാണുന്നില്ല. സോ ബേസിക്കലി ദിസ് ഇസ് ജസ്റ്റ് ഡേറ്റ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഓരോന്ന് ക്ലെയിം ചെയ്യുന്ന സംഭവം മാത്രമാണ്. എന്തായാലും പക്ഷെ അവരുടെ തന്നെ ഇൻഡെക്സ് ഉപയോഗിച്ച് അവരുടെ തന്നെ ഇത് പ്രൂവ് ചെയ്തൊരു നൈസ് പണിയായി പോയി.